കണ്ണൂരിൽ നഴ്സുമാരുടെ സമരം ഇനി കൊയിലിയിൽ മാത്രം. 6-ൽ 5 ആശുപത്രികൾ ശമ്പള വർധനവ് അംഗീകരിച്ച കരാറായി. നഴ്സുമാരുടെ 2 മാസത്തെ സമരം ഭാഗികമായി വിജയിച്ചു. കരാറിൽ കൊയിലി ആശുപത്രി മാത്രമാണ് ഇനി ഒപ്പിടാനുള്ളത്. കണ്ണൂരിൽ കഴിഞ്ഞ 2 മാസത്തോളമായി 6 ആശുപത്രികളിലാണ് നഴ്സുമാരുടെ സമരം നടന്നിരുന്നത്. വേതന വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നഴ്സുമാർ സമരം നടത്തിയിരുന്നത്. ഇതിൽ 5 ആശുപത്രികൾ നഴ്സുമാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു. കൊയിലി ആശുപത്രി മാത്രം കരാറിൽ ഒപ്പിട്ടിട്ടില്ലെന്ന് ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷിഹാബ് മാധ്യമങ്ങളോട് പറഞ്ഞു. 5 മുതൽ 10 വർഷമുള്ളവർക്ക് 3500, 10 വർഷത്തിന് മുകളിലുള്ളവർക്ക് 100 ബെഡിൽ മുകളിൽ 5500, 100 ബെഡിൽ താഴെ 5000 രൂപയുടെ ഒരു വർധനവാണ് ഞങ്ങൾക്ക് താൽക്കാലികമായിട്ട് ഒരു വർധനവായിട്ട് വെച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഈ വർധനവിനേക്കാൾ കൂടുതൽ ഏറ്റവും ഞങ്ങൾക്ക് പ്രയോജനകരമായത് ഈ നഴ്സുമാരുടെ ഇത്ര നാളത്തെ അധ്വാനം കൈവശം വെച്ചിരുന്ന മാനേജ്മെന്റിന്റെ എല്ലാ തുകയും ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാവുന്ന രീതിയിലൊരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ്. അതുകൂടാതെ ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇന്ന് സമരം ഇതൊക്കെ 5 ആശുപത്രി ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. ഞങ്ങൾ 6 ആശുപത്രികൾ ഒരുമിച്ചാണ് സമരത്തിലേക്ക് ഇറങ്ങിയത്. ഈ 6 ആശുപത്രിയുടെ സമരം കൊയിലി ആശുപത്രി കൊണ്ട് ഒപ്പിട്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ ജോലിയിലോട്ട് പ്രവേശിക്കുള്ളൂ. ഞങ്ങൾ ഇന്നത്തെ സമരം കളക്ടറേറ്റ് പടിക്കൽ നിന്ന് കൊയിലി ആശുപത്രിയിലോട്ട് ഞങ്ങൾ മാറ്റുകയാണ്. കളക്ടറേറ്റിൽ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ MLA സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലാണ് 5 ആശുപത്രികൾ കരാർ അംഗീകരിച്ചത്. കളക്ടർ പി വിഷ്ണുരാജും ചർച്ചയിൽ പങ്കെടുത്തു. കൊയിലി ആശുപത്രി പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തിരുന്നില്ല. നഴ്സുമാരുടെ മിനിമം വേതനത്തിൽ കുറവ് വന്ന തുക അടുത്ത 5 മാസത്തിനുള്ളിൽ നൽകുമെന്ന് കരാറിൽ വ്യക്തമാക്കി. സമരം നടത്തിയ നഴ്സുമാർക്കെതിരെ പ്രതികാര നടപടികൾ ഉണ്ടാകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. സമരം ഭാഗികമായി വിജയിച്ചുവെങ്കിലും കൊയിലി ആശുപത്രി കൂടി കരാറിൽ ഒപ്പിട്ടതിനു ശേഷം മാത്രമേ മറ്റ് ആശുപത്രികളിലും ജോലിയിൽ നഴ്സുമാർ പ്രവേശിക്കുകയുള്ളൂവെന്നും മുഹമ്മദ് ഷിഹാബ് വ്യക്തമാക്കി.